ഹായ് ഓൾ, റോംബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിലും പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെ റെയിൽവേ എക്സാംസിന് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിളിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പീരിയോഡിക് ടേബിൾ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കണം. ഹിസ്റ്ററി പറഞ്ഞു വരുമ്പോൾ അതിൽ ആദ്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടി നമ്മൾ വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരാളാണ് ആന്റോയിൻ ലാവോസിയർ. പുള്ളി ചെയ്തത്, പുള്ളിയുടെ കാലത്ത് അധികം എലമെന്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഉള്ള എലമെന്റ്സിനെ പുള്ളി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. എക്സാമിന് അത് വരാറില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ടത്, എക്സാമിന് നമുക്ക് തുടങ്ങുന്നത് ഡോബ്രെയ്നറിന്റെ ട്രയാഡ്സ് തുടങ്ങിയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ആദ്യം ഡോബ്രെയ്നറിന്റെ ട്രയാഡ്സ്, പിന്നെ വന്നത് ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്, പിന്നെ ഡിമിത്രി മെൻഡലീവിന്റെ അദ്ദേഹമാണല്ലോ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ഡിമിത്രി മെൻഡലീവ് ആണ്. ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി മോസ്ലി. അപ്പൊ നമുക്ക് ഡോബ്രെയ്നറിന്റെ ട്രയാഡിന്റെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡോബ്രെയ്നർ ട്രൈ ടു അറേഞ്ച് ദ എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ടു ഗ്രൂപ്പ്സ് ഹാവിംഗ് ഹൗ മെനി എലമെന്റ്സ്. നമുക്ക് ആ പേരിൽ തന്നെ ക്ലിയർ ആണ്, എന്ത്? ഡോബ്രെയ്നേഴ്സ് ട്രയാഡ് എന്നാണ് നമ്മൾ പറയാറ്, അല്ലെ? ഇപ്പൊ ട്രയാഡ് എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും? 3 എലമെന്റ്സ്. അപ്പൊ 3 എലമെന്റ്സ് ഉള്ള ഓരോ ചെറിയ ഗ്രൂപ്പുകളാക്കിയാണ് അദ്ദേഹം മാറ്റിയത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ഡോബ്രെയ്നർ ട്രയാഡിനെ പറ്റി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 95% ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം അറിയേണ്ട കാര്യം, അദ്ദേഹം ഉണ്ടായിരുന്ന എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത് അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വെച്ചിട്ടാണ്. അതായത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ, അറ്റോമിക് മാസ് കൂടുന്ന ഓർഡറിലാണ് അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അറ്റോമിക് മാസിനെ പ്രോപ്പർട്ടീസ്, അതായത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ആദ്യം വന്നത് പുള്ളിയാണ്. അതായത് ലാവോസിയർ മെറ്റൽസും നോൺ മെറ്റൽസും അല്ലേ ആക്കിയുള്ളൂ. അപ്പൊ ആദ്യം ഇതിനൊരു അറ്റംപ്റ്റ് നടത്തിയത് ഡോബ്രെയ്നർ ആണ്. അടുത്ത കാര്യം, എന്താണ് ട്രയാഡ്സ്? ട്രയാഡ്സ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കണ്ടു. 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പ് അല്ലേ? ഈ 3 എലമെന്റ്സിന് ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ആയിരുന്നു. അപ്പൊ അത് മറക്കരുത്. 3 എലമെന്റ്സ് ഏകദേശം ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ട്രയാഡ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ഈ ട്രയാഡിന്റെ പ്രത്യേകത? അതിൽ നമ്മൾ 3 എലമെന്റ്സ് എഴുതുമല്ലോ, അതില് മിഡിൽ എലമെന്റിന്റെ, അതായത് നടുക്കുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ബാക്കി 2 എലമെന്റ്സിന്റെയും അറ്റോമിക് മാസിന്റെയും അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആവറേജ് എടുക്കാം. അപ്പോ നടുക്കുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ബാക്കി 2 എലമെന്റിന്റെയും അറ്റോമിക് മാസിന്റെ അരിത്തമെറ്റിക് മീൻ ആണ്. അതായത് ഇത് നമ്മൾ പഠിച്ചിരിക്കണം. 3 ട്രയാഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത് ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിന്റെ ഒപ്പം സോഡിയം, പൊട്ടാസ്യം തന്നെയാണെന്ന് നമ്മൾ ഓർക്കണം. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡാണ്. ലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. അതിന്റെ ഇനിഷ്യൽ കെ ആണ്. കെയും സ്ട്രേറ്റ് ബാക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, കോള്. കോൾ എന്ന് പറയുമ്പോൾ Cl എന്ന് ഓർക്കാലോ. ക്ലോറിന്റെ Cl അല്ലേ? അപ്പൊ കോള്, ബ്രദർ, അയഡിൻ. ഇപ്പൊ ബ്രദർ എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ? ബ്രോമിൻ വരുന്നുണ്ട്. അയഡിൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എലമെന്റ്. അപ്പൊ ഈ ഓർഡറിൽ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലേ? അവരെ നമ്മൾ എന്ത് പറയും? ആൽക്കലൈൻ മെറ്റൽസ് അല്ലേ? ഇത് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരാണ് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അവർ രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് അല്ലല്ല. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഏത് ഗ്രൂപ്പാ? ഹാലോജൻസിൽ വരുന്നത്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ട്രയാഡ്സിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാന്ന് വെച്ചാൽ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഫസ്റ്റ് ഗ്രൂപ്പിലെ ട്രയാഡിൽ ഉൾപ്പെടുന്ന ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരുന്നാൽ ഈ ഒരു ഡോബ്രെയ്നറെ കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്: നെയിം ദ കെമിസ്റ്റ് ഹു അറേഞ്ച്ഡ് ദ എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ടു ഗ്രൂപ്പ്സ് ഇൻ ദ ഇയർ 1817. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കണം. ഇയർ എല്ലാവരുടെയും പഠിക്കണ്ടെങ്കിലും ചില ഇയർ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കാം. ഈ 1917 നമ്മളുടെ ഡോബ്രെയ്നർ ആണെന്ന് ഓർത്തേക്കാം കേട്ടോ. 1917 കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അടുത്തതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡോബ്രെയ്നേഴ്സ് ട്രയാഡ് ഇസ് നോട്ട് കറക്റ്റ്? ഏതാണ് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ നോക്കിയാല്
ഇഫ് 3 elements are arranged in the increasing sequence of atomic mass, അത് പറയുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റ് ആണ് ഊഹിക്കാം. Then atomic mass of the middle element is approximately the average of the atomic mass of the other two. അത് കറക്റ്റ് അല്ലേ? നമ്മളിപ്പോ പറഞ്ഞോളൂ. രണ്ടാമത്തെ നോക്കിയേ, ഇഫ് 3 elements are arranged in the decreasing sequence of atomic mass, അപ്പൊ തന്നെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പഠിച്ചതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ട്രയാഡിൽ വരുന്ന ആൾക്കാരാണ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ട്രയാഡിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ദ ട്രയാഡ് ഓഫ് ഗ്രൂപ്പ് 2 മെറ്റൽസ്. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഗ്രൂപ്പ് 1 ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു, ഗ്രൂപ്പ് 2 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാഡ്സ് വാസ് നോട്ട് എ ഡോബറീനസ് ട്രയാഡ്? ഇതിൽ ഏതാണ് അല്ലാത്തതെന്ന്. അപ്പൊ നമുക്ക് 3 ട്രയാഡല്ലേ നമ്മൾ പഠിച്ചത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഇത് മൂന്നും നമുക്ക് അറിയുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ആരേ ഉള്ളൂ? 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ ഡോബറീന ട്രയാഡിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വന്ന സയന്റിസ്റ്റ് ആണ് ന്യൂലാൻഡ്. പുള്ളിയുടെ ലോ ആയിരുന്നു ലോ ഓഫ് ഒക്ടേവ്സ്. ഇയറും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മറ്റേത് 1817 ആയിരുന്നു, ഇത് 1865. അപ്പൊ പുള്ളി പറഞ്ഞത്, പുള്ളിയും എന്താ പറയാ, പുള്ളിയല്ല, ന്യൂലാൻഡും അറേഞ്ച് ചെയ്തത് അറ്റോമിക് മാസിന്റെ ഓർഡറിൽ തന്നെയാണ്. നമ്മൾ ഡോബറീനറും അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി ഇവിടെ ഇതിന്റെ പ്രത്യേകത ഒക്ടേവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംതിങ് റിലേറ്റഡ് ടു 8 അല്ലേ? ഈ ഒരു ലോയിൽ പറഞ്ഞത് എല്ലാ 8 എലമെന്റിനും 8ാമത്തെ എലമെന്റിനും ഫസ്റ്റ് എലമെന്റിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെന്ന്. അതായത് 1 തുടങ്ങി 8ാമത്തെ, ഇപ്പൊ നമ്മൾ സരിഗമ പദനിസ എഴുതി പറയില്ലേ? അപ്പൊ സ കഴിഞ്ഞിട്ട് പിന്നെ 8ാമത്തേതാണ് വീണ്ടും സ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ, ഫസ്റ്റ് എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി തന്നെ 8ാമത്തെ എലമെന്റും കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഒരു ഓർക്കേണ്ട കാര്യം, എല്ലാ എലമെന്റ്സിനും, അന്നുണ്ടായിരുന്ന എല്ലാ എലമെന്റ്സിനും ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല. ആകെ കാൽഷ്യം വരെയുള്ള എലമെന്റ്സ് മാത്രമേ ഈ ലോ ഓഫ് ഒക്ടേവ്സ് സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ സമയത്ത് 56 എലമെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ കാൽഷ്യം വരെ ഇത് സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, അത് ഓർക്കണം. ഇനി പുള്ളിയുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ഹൈഡ്രജൻ ആയിരുന്നു, ലാസ്റ്റ് എലമെന്റ് തോറിയമാണ്. ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ന്യൂലാൻഡിന്റെ ഒക്ടേവ്സ് ഹെവിയർ എലമെന്റ്സിന് വർക്കായില്ല, ലൈറ്റർ എലമെന്റ്സിന് മാത്രമേ വർക്ക് ചെയ്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനിയുണ്ട്, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളില് നോബൽ ഗ്യാസസ് ഇൻക്ലൂഡഡ് അല്ല. കാരണം അത് ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നോബൽ ഗ്യാസ് ഇൻക്ലൂഡഡ് അല്ല. അടുത്ത കാര്യം, അദ്ദേഹത്തിന്റെ ഒക്ടേവ്സിനെ മ്യൂസിക്കൽ നോട്ട്സ് വെച്ചാണ് കമ്പയർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ സരിഗമ പദനിസ എന്ന് പറയുന്ന മ്യൂസിക്കൽ നോട്ട് അല്ലേ, അത് വെച്ചാണ് അദ്ദേഹം കമ്പയർ ചെയ്തത്. പിന്നെ ഈ കൊബാൾട്ടും നിക്കൽ എന്ന് പറയുന്ന എലമെന്റ്സ് അദ്ദേഹത്തിന് അവർക്ക് സെപ്പറേറ്റ് സ്പേസസ് കൊടുക്കാൻ പറ്റിയില്ല. അവരെ രണ്ടുപേരെയും ഒരേ സ്ലോട്ടിൽ തന്നെ വെച്ചത്. അതേപോലെ അയൺ, Fe, ഈ അയണിന് കൊബാൾട്ടും നിക്കലും ആയിട്ടുള്ള സ്വഭാവത്തിൽ സാമ്യമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവരെ ദൂരെയാണ് പ്ലേസ് ചെയ്തത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഈ ഒരു ഒക്ടേവ്സ് അനുസരിച്ച് ഒരേ സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സ് ആണ് ലിഥിയം ആൻഡ് സോഡിയം, ബോറോൺ ആൻഡ് അലൂമിനിയം, ബെറിലിയം ആൻഡ് മെഗ്നീഷ്യം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 95% ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്, ലോ ഓഫ് ഒക്ടേവ്സ്, the properties of beryllium are similar to those of, ഇപ്പൊ പറഞ്ഞല്ലോ ഉള്ളൂ, ബെറിലിയം ഒരേപോലത്തെ സ്വഭാവം കാണിക്കുന്നത് മെഗ്നീഷ്യം ആയിട്ടാണ്. അടുത്തത് ഇൻ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ദ ഫസ്റ്റ് എലമെന്റ് വാസ് ആരായിരുന്നു? ലാസ്റ്റ് എലമെന്റും ഫസ്റ്റ് എലമെന്റ് ഹൈഡ്രജൻ ആയിരുന്നു, ലാസ്റ്റ് എലമെന്റ് തോറിയം ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ ബി, ഫസ്റ്റ് എലമെന്റ് ഹൈഡ്രജൻ, ലാസ്റ്റ് എലമെന്റ് തോറിയം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് വർക്ക്ഡ് വെൽ വിത്ത്, പറഞ്ഞല്ലോ, ലൈറ്റ് മെറ്റാലിക് എലമെന്റ്സ് ആണോ, ലൈറ്റർ എലമെന്റ്സ് ആണോ, നോബൽ ഗ്യാസസ് ആണോ, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണോ? ഞാൻ പറഞ്ഞു ലൈറ്റർ എലമെന്റ്സിന് മാത്രമേ ഈ ഒരു ലോ വർക്ക് ചെയ്തുള്ളൂ. അടുത്തത് ഹൗ മെനി എലമെന്റ്സ് വർ ഡിസ്കവേർഡ് ടിൽ ദ ടൈം ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് came into existence. പുള്ളിയുടെ ഈ ഒരു എന്താ പറയാ ലോ ഓഫ് ഒക്ടേവ്സ് വരണ സമയത്ത് ആകെ എത്ര എലമെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ? എത്ര എലമെന്റ്സ് ആയിരുന്നു? 56 എലമെന്റ്സേ ആകെ എക്സിസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് പീരിയോഡിസിറ്റി എമംഗ് ദി എലമെന്റ്സ് ഇൻ ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് വാസ് ഒബ്സർവ്ഡ് അപ് ടു, എത്ര എലമെന്റ്സ് വരെ ഇത് 56 ഉണ്ടായിരുന്നു, പക്ഷെ എത്ര എലമെന്റ്സ് വരെ ഇത് സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ? കാൽഷ്യം വരെ മാത്രമേ നമ്മളുടെ ഈ ഒരു ലോ ഓഫ് ഒക്ടേവ്സ്
സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പീരിയോഡിക് ടേബിൾ ആണ് ഡിമിത്രി മെൻഡലീവിന്റെ 1869 വന്നത്. നമുക്കറിയാം ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ഡിമിത്രി മെൻഡലീവ് ആണ്. ബാക്കി രണ്ടുപേര് പീരിയോഡിക് ടേബിൾ പറഞ്ഞെങ്കിലും അതിനൊരു എന്താ പറയാ പീരിയോഡിക് ടേബിൾ എന്നുള്ള രീതിയിലേക്ക് വന്നത് മെൻഡലീവിന്റെ പീരീഡിലാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയാം. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോ എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസ്. അപ്പൊ ഡോബറൈനർ ആണെങ്കിലും നമ്മൾ പഠിച്ച ന്യൂലാൻഡ് ആണെങ്കിലും അറ്റോമിക് മാസ് തന്നെയായിരുന്നു ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് അല്ലെ. അവർ അതിന്റെ ബേസിസിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. അതേപോലെ നമ്മളുടെ മെന്റലീവ് ആണെങ്കിലും അറ്റോമിക് മാസിന്റെ ബേസിസിൽ തന്നെയാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു അറ്റോമിക് മാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസ്. അടുത്ത കാര്യം, അദ്ദേഹത്തിന്റെ സമയത്ത് 63 എലമെന്റ്സിനെയാണ് അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ ഇതാക്കിയത്. നമ്മൾ പറഞ്ഞു ന്യൂലാൻഡിന്റെ ഒക്ടേവ്സിന്റെ സമയത്ത് 56 എലമെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മെന്റലീവിന്റെ സമയത്ത് അത് 63 എലമെന്റ്സ് ആയി. പിന്നെ അതിൽ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ടായിരുന്നു. അതിനെന്താ നമ്മൾ വിളിക്കുക? പീരീഡ് അല്ലേ. ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിലോ നമ്മൾ 7 റോസ് അല്ലേ ഉള്ളത്, അവരെ നമ്മൾ എന്താ വിളിക്കുക? പീരീഡ്സ് എന്ന്. വെർട്ടിക്കൽ കോളംസ് ഉണ്ടല്ലോ, അവരെന്താ വിളിക്കുക? ഗ്രൂപ്പ്സ്. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ. അടുത്തത് 1969 ഈ പീരിയോഡിക് ടേബിൾ പുള്ളി പറഞ്ഞതെങ്കിലും മെന്റലീവ് പറഞ്ഞതെങ്കിലും 1872 ഇദ്ദേഹത്തിന്റെ ഈ ഒരു പീരിയോഡിക് ടേബിൾ ജർമ്മൻ ജേർണലിൽ പബ്ലിഷ് ചെയ്തത്. ഇതും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 1869 അത് പബ്ലിഷ് ചെയ്തത് 1872 പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പീരിയോഡിക് ടേബിളിന്റെ വലിയൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വളരെ കുറച്ച് എലമെന്റ്സേ ഉണ്ടായുള്ളൂ. പക്ഷെ അന്നേരത്ത് ആ കാലത്ത് കണ്ടുപിടിക്കാതിരുന്ന എലമെന്റ്സിന് പോലും വേക്കന്റ് ആയിട്ടുള്ള സ്പേസസ് ഇട്ടു. അത് നമ്മളിപ്പോ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിന് സ്ഥലം പിടിച്ചിടുന്നത് പോലെ അദ്ദേഹം അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എലമെന്റ്സിന് വേക്കന്റ് സ്പേസസ് ഇട്ടു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് അലൂമിനിയത്തിന്റെ താഴെ വേക്കന്റ് സ്പേസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് അതിനെ വിളിച്ചത് എക്ക അലൂമിനിയം എന്നാണ്. ആ സ്ഥാനത്തേക്ക് പിന്നീട് കണ്ടുപിടിച്ച എലമെന്റ് ആണ് ഗാലിയം. ഓർത്തിരിക്കാൻ അലൂമിനിയം AL ഉണ്ടല്ലോ, ഗാലിയത്തിലും AL ഇല്ല, അങ്ങനെ ഓർത്താൽ മതി. അടുത്തത് എക്ക സിലിക്കൺ, അതായത് സിലിക്കണിന്റെ താഴെയും വേക്കന്റ് സ്പേസ് ആയിരുന്നു. അപ്പൊ അവിടത്തേക്ക് പിന്നീട് വന്ന എലമെന്റ് ആണ് ആര്? ജെർമേനിയം G. ഇനി അടുത്ത ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ടു സ്റ്റഡി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഹി കോൺസെൻട്രേറ്റഡ് ഓൺ ദർ കോമ്പൗണ്ട് ഫോംഡ് ബൈ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് ഹൈഡ്രജനും ഓക്സിജനും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആയതുകൊണ്ട് ഈ എലമെന്റ്സിനൊക്കെ ഇവരായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് അദ്ദേഹം പ്രോപ്പർട്ടീസിനെ പറ്റി പഠിച്ചത്. അടുത്തത് നോബൽ ഗ്യാസിന്റെ ഗ്രൂപ്പിനെ അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് രണ്ട് ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, നമ്മളുടെ ഹൈഡ്രജന് ഒരു ഫിക്സഡ് പൊസിഷൻ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അടുത്തത് ഐസോടോപ്സ് ഉണ്ടല്ലോ, നമുക്കറിയാലോ ഒരേ എലമെന്റിന്റെ തന്നെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആൾക്കാരല്ല ഐസോടോപ്സ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഐസോടോപ്സിന് സെപ്പറേറ്റ് സ്പേസസ് കൊടുക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയില്ല. അപ്പൊ ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ ലിമിറ്റേഷൻസ് ആണ്. അടുത്തത് നമുക്കിനി അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ? നോ ഫിക്സഡ് പൊസിഷൻ ക്യാൻ ബി ഗിവൻ ടു ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് വെർട്ടിക്കൽ കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് കോൾഡ് പീരീഡ്സ്. അതൊരു ലിമിറ്റേഷൻ അല്ലല്ലോ. നോബൽ ഗ്യാസസ് കുഡ് ബി പ്ലേസ്ഡ് ഇൻ എ ന്യൂ ഗ്രൂപ്പ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദി എക്സിസ്റ്റിംഗ് ഓർഡർ. He selected hydrogen and oxygen as they are very reactive and formed compounds with most elements. ഇവിടെ എന്താ നമ്മളിപ്പോ പറഞ്ഞോളൂ, ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പൊസിഷൻ ഹൈഡ്രജന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. What was the fundamental property used by Mendeleev to arrange elements in his periodic table? എന്തായിരുന്നു? ഡോബറൈനർ ആണെങ്കിലും ന്യൂലാൻഡ് ആണെങ്കിലും മെൻഡലീവ് ആണെങ്കിലും അറ്റോമിക് മാസിനെയാണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് എടുത്തത്. ബാക്കിയൊന്നുമല്ല, ലിക്വിഡ് നേച്ചർ അല്ല, സോളിഡ് നേച്ചർ അല്ല, ഗേഷ്യസ് നേച്ചർ അല്ല, അറ്റോമിക് മാസ് ആയിരുന്നു. ഇൻ വിച്ച് ഇയർ വാസ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ പബ്ലിഷ്ഡ് ഇൻ എ ജർമ്മൻ ജേർണൽ? ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് നോട്ട് ചെയ്യണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1872 അല്ലെ. ടു സ്റ്റഡി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് മെൻഡലീവ് കോൺസെൻട്രേറ്റഡ് ഓൺ ദർ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ വിച്ച് 2 എലമെന്റ്സ്? റിയാക്റ്റീവ് ആയിട്ടുള്ള 2 എലമെന്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണോ, നൈട്രജൻ ആൻഡ് ക്ലോറിൻ ആണോ, ഓക്സിജൻ ആൻഡ് സൾഫർ ആണോ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണോ? റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആൻഡ് ഓക്സിജനെയാണ് അദ്ദേഹം ആ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ? ചാൽക്കോജൻ ഗ്രൂപ്പ് ആണോ, നോബൽ ഗ്യാസ് ആണോ, ഹാലോജൻ ആണോ, നിക്ടോജൻ ഗ്രൂപ്പ് ആണോ? ഏത് ഗ്രൂപ്പിനെ ആയിരുന്നു? നോബൽ ഗ്യാസ് ഗ്രൂപ്പിനെ അതില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
In Mendeleev's periodic table, which of the following group of elements later found a place in the table? നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു അദ്ദേഹം വേക്കന്റ് സ്പേസസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്ക അലൂമിനിയത്തിന്റെ താഴെ ആരും ഉണ്ടായിരുന്നില്ല, എക്ക സിലിക്കന്റെ താഴെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു അലൂമിനിയത്തിന്റെ താഴെ ഗാലിയം വന്നു, സിലിക്കന്റെ താഴെ ജെർമേനിയം വന്നു. അപ്പൊ ഗാലിയവും ജെർമേനിയവും വരുന്ന വേറെ ഓപ്ഷൻസ് ഇല്ല, രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഈ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഗാലിയവും ജെർമേനിയം. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് വേറൊരു പോയിന്റും കൂടെ കിട്ടിയല്ലോ, പിന്നീട് വന്ന എലമെന്റ് ആണ് സ്കാൻഡിയം. അപ്പൊ അത് രണ്ടുമുള്ള ഓപ്ഷൻ ഇതേ ഉള്ളപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ഗാലിയോ ജെർമേനിയം. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ചത് ലാവോസിയറിനെ പറ്റി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഡോബറിന്റെ ട്രയാഡ് നോക്കി, ന്യൂലാൻഡിന്റെ ഒക്ടേവ്സ് നോക്കി, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ നോക്കി. നമുക്കറിയാം ഈ സയന്റിസ്റ്റുകൾക്കൊക്കെ ശേഷം നമ്മൾ ഇപ്പൊ കാണുന്ന വലിയൊരു പീരിയോഡിക് ടേബിൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് അല്ലെ, കുറച്ച് മോഡേൺ ആയ പീരിയോഡിക് ടേബിൾ. പക്ഷെ അത് ഹെൻറി മോസ്ലിയുടെ ആണ്. അതിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു ക്ലാസ്സിലാവാം. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. Download the Rhombus Learning app.